السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊലപാതകങ്ങളും അക്രമങ്ങളും മോഷണവും ചൂഷണവും എല്ലാം ലോകത്ത് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണം. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ നമ്മളെ രക്ഷിക്കണം. സ്വന്തം വീട്ടിലേക്ക് ഉരിപിടിച്ച വാളുമായി കഠാരയുമായി തോക്കുമായി വന്ന് സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലുന്ന, സ്വന്തം വീട്ടിൽ മോഷണം നടത്തുന്ന, സ്വന്തം വീട്ടിൽ മായം കലർത്തുന്ന ആളുകളെ എത്ര ക്രൂരരായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വികാരങ്ങൾ, കോപം, വെറുപ്പ്, അസൂയ, സ്വത്തിനോടുള്ള ദാഹം, ഇതെല്ലാം കാരണങ്ങളാണ്. നമ്മുടെ പരലോകം നശിപ്പിക്കുന്ന വിധത്തിൽ ആരാണ് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ശിർക്കും വിദഗ്ധം കൊണ്ടുവരുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ രാമരാമ എന്ന് വിളിച്ചിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഈസാ നബിയെ കാക്കണമെന്നോ മറിയം ബീവിയെ രക്ഷിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടാണ് നമ്മൾ മുഹമ്മദ് നബിയെ കാക്കണേ, അമർത്തങ്ങളെ രക്ഷിക്കണേ, മുഹിദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞത്? നമ്മുടെ സ്വന്തം ഉസ്താദുമാരാണ്. പാതിരിമാരോ മഹർഷികളോ മുനിമാരോ അല്ല. അപ്പോ ഏറ്റവും വലിയ ക്രൂരത എന്താണ്? അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറയാനാണ് നബിമാരെല്ലാം വന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റുകളിലും ദുആകളിലും ഇസ്തിഗാസകളിലും എല്ലാം ഉള്ളത് അല്ലാഹുമ്മ റബ്ബി റബ്ബന. അത് ആയിരക്കണക്കിനാണ്, ഒന്നും രണ്ടുമല്ല. അപ്പോ അള്ളാഹുവെ വിളിക്കുന്നതിനേക്കാളേറെ ഉഷാറിലാണ് യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തുടങ്ങിയ വിളികൾ. ആവേശത്തിലാണ്, അന്വേഷത്തിലാണ്. ശിർക്ക് എന്ന് മാത്രമല്ല, ആ ശിർക്കിൽ വലിയ ആവേശവും ഉന്മേഷവും. ഇപ്പൊ ഇതാ റബീഉൽ അവ്വൽ വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന വരികൾ, മൗലീദിന്റെ വരികൾ, അത് മസ്ജിദിൽ വെച്ച് പാരായണം ചെയ്യുന്നു. പുതിയ പുതിയ കുട്ടികൾ മുതിർന്നു അവരും ആ ശിർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ രക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാർഗമുണ്ട്. അതെന്താണ്? പൊതുപരിപാടികൾ വെക്കുക, നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കുക, നമ്മുടെ നാവുകൾ ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരണം. അത് അല്ലാഹുവാണ് കാണേണ്ടത്. അതിനാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, നമ്മൾ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഈമാൻ, അമൽ, വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം ഉപദേശിക്കണം, വതവാസൗ ബിസ് സബ്ർ, ക്ഷമ പരസ്പരം ഉപദേശിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാകുന്നതാണ്. അല്ലാഹുവേ രക്ഷിക്കണം. അതിനാൽ തൗഹീദ് ആരും അറിയാതെ പോകരുത്. ശിർക്കിനെ കുറിച്ചുള്ള ഗൗരവം ആരും അറിയാതെ പോകരുത്. ഒന്നും സാരല്ല, അപ്പോഴാണല്ലോ മുസ്ലിമാണല്ലോ, നിസ്കരിക്കുന്നുണ്ടല്ലോ, നബിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന ഒരു ലാഘവ നയം ഒരിക്കലും ഉണ്ടാകരുത്. റബ്ബ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്തു സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാവർക്കും അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.